ശശി തരൂർ എംപിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ബിജെപിയുടെ മാർച്ച്. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന ശശി തരൂർ എംപിയുടേത് വർഗീയ നിലപാടെന്ന് ആരോപിച്ച ബിജെപി തിരുവനന്തപുരം നഗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശശി തരൂരിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ നേതൃത്വം നൽകി. ബിജെപി നഗര ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബിജെപി നേതാക്കളായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അനൂപ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ രാജ്യത്ത് ഇതേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു നിയമ ഭേദഗതിക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് പാർലമെന്റിൽ തുടക്കമിടുന്നു. ഇന്ന് ലോക്സഭയിലും നാളെ രാജ്യസഭയിലുമായി ചരിത്രപരമായ വഖഫ് ഭേദഗതി നിയമം ചർച്ചയ്ക്കെടുക്കുകയാണ്. കോൺഗ്രസ് ഗവൺമെന്റിലും മാറി മാറി ഭരിച്ച UPA ഇന്ത്യ ഗവൺമെന്റുകൾ കേവലം വോട്ട് ബാങ്ക് താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ, ജനാധിപത്യപരമായും നിയമപരമായും ജീവിക്കുന്നവരുടെ കുടികിടപ്പ് അവകാശത്തിന് മേൽ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടുള്ള ഒരു കാടൻ നിയമമാണ്, ഒരു കരി നിയമമാണ് കോൺഗ്രസ് സർക്കാർ വഖഫ് ഭേദഗതിയിലൂടെ ഈ രാജ്യത്ത് നടപ്പാക്കിയത്. ഭാരതീയ ജനതാ പാർട്ടി അന്നു മുതൽക്ക് തന്നെ ഈ വഖഫിൻ്റെ കരിനിയമത്തിനെതിരായി, വഖഫിൻ്റെ അധിനിവേശത്തിനെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ നടത്തിയ നിയമ ഭേദഗതികളെല്ലാം നോക്കിയാൽ ആത്യന്തികമായ അതിൻ്റെ പ്രയോജനം ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമാണ്. വഖഫ് നിയമ ഭേദഗതി പരിഷ്കരിക്കുന്നതിലൂടെ, പുതിയ അമെൻമെന്റിലൂടെ ഈ രാജ്യത്ത് ജനാധിപത്യപരമായി, നിയമപരമായി പണം കൊടുത്ത് കൈവശം വെച്ചിരുന്ന അവരുടെ യഥാർത്ഥ ഭൂമിയിന്മേലുള്ള അവകാശം പ്രിയപ്പെട്ടവരെ അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. ഏത് ഭൂമിയും ഏത് നിമിഷത്തിലും ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരി നിയമം ആണ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നിയമം. മാത്രമല്ല, ആ അധിനിവേശത്തിനെതിരായി ഒരു സാധാരണ പൗരൻ സ്വന്തം കാശ് കൊടുത്ത് നികുതി അടച്ച് നിയമപരമായി കൈവശം വഹിക്കുന്ന ഏത് ഭൂമിയും വഖഫ് ബോർഡിന് സ്വമേധയാണ് വഖഫ് ചെയ്യാനുള്ള അധികാരം. മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിയമചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം അങ്ങനെ ഒരു ഭൂമി അന്യാധീനമായി കൈവശപ്പെടുത്തിയാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ, അതിനൊരു ലിറ്റിഗേഷൻ പോവാൻ, നമ്മുടെ നീതിന്യായ കോടതികളെ സമീപിക്കാൻ പോലുള്ള അവകാശം ഈ നിയമ ഭേദഗതി ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടുള്ളതല്ല. നിയമ ഭേദഗതി ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടി. ഈ നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഒറ്റപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി കൂടിയുള്ളതാണ് എന്നുള്ളതാണ് വഖഫ് ബോർഡിനെതിരായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിയമ തർക്കങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമല്ല, വഖഫ് ബോർഡിൻ്റെ ഈ കരിനിയമത്തിനെതിരായി രാജ്യത്ത് പോരാടുന്ന അനേകം വ്യക്തികൾ മുസ്ലിം സമുദായത്തിലുള്ളവരുമാണ്. അതിന് ചരിത്രപരമായൊരു പ്രാധാന്യം കൂടിയുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മുനമ്പത്തെ ഒരു ജനത, പാവപ്പെട്ട ഒരു ജനത ഈ വഖഫ് അധിനിവേശത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ്. ആ പോരാട്ടം നടക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും MPമാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ വഖഫ് ഭൂമിയല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് കാപട്യമായിരുന്നോ അതല്ല സത്യസന്ധമായ നിലപാടായിരുന്നോ എന്ന് തിരിച്ചറിയാനുള്ള ഒന്നാന്തരം അവസരമാണ്
പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ജനങ്ങൾ ബോധ്യപ്പെടുന്നു. തങ്ങൾ അഭിനയിക്കുകയായിരുന്നോ അതല്ല ശരിയായി ഞങ്ങൾ മുനമ്പം നിവാസികളോടൊപ്പമാണോ എന്ന് ഇന്നും നാളെയുമായി മലയാളികൾക്ക് മുഴുവൻ ബോധ്യമാവും. കേരളത്തിൽ പല കാര്യങ്ങളിലും സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണല്ലോ ശശി തരൂർ. മോദിയുടെ വാക്സിൻ നയതന്ത്രത്തെയും മോദിയുടെ റഷ്യ യുക്രൈൻ തർക്കത്തിൽ ഇടപെട്ടതിൻ്റെയും കാര്യങ്ങളൊക്കെ എനിക്ക് ശശി തരൂരിനോട് വിനയത്തോടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന നൈതികത, നിഷ്പക്ഷത, സ്വതന്ത്ര നിലപാട് അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ വഖഫ് കരിനിയമത്തിനെതിരായി ഭേദഗതിയിൽ താങ്കളുടെ നിലപാട് എന്താണ് എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തിരിച്ചറിയാനുള്ള ഒന്നാം തരം സന്ദർഭം ഞങ്ങൾ ആദ്യം മുതലേ ശരിയായ നിലപാട്. മുനമ്പത്തായാലും വഖഫ് അധിനിവേശം നേരിടുന്ന എവിടെയായാലും